അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് രാവിലത്തെ ലൈവില് ബംഗാൾ മർക്കസ് ത്വയ്ബ ഗാർഡന്റെ സമീപത്ത് ഒരുമിച്ച് കൂടിയ ആളുകൾ ആ ലൈവില് നമ്മൾ വളരെ വിശദമായ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അവിടുന്ന് നാം ലിസ്റ്റ് ഔട്ട് ചെയ്തു, സോർട്ട് ഔട്ട് ചെയ്തു. ഓരോ ഗ്രാമങ്ങളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെന്ന് കിറ്റ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അതിൻ്റെ ഒരു നേർക്കാഴ്ചയായി കൂടെ ഈ ലൈവിൽ കാണിക്കുകയാണ്. അൽഹംദുലില്ലാ, ബംഗാളിലെ വളരെ പിന്നാക്കം ചെന്നൊരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, ബിക്കൂസ് വല്ല എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ അൽഹംദുലില്ലാ നമ്മുടെ കിറ്റ് വിതരണം നടക്കുകയാണ്. അതിൻ്റെ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കുകയാണ്. ഗ്രാമവാസികൾ, ധാരാളം ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, പാവപ്പെട്ട ആളുകൾക്ക് വിശുദ്ധ റമദാൻ അവർക്ക് നല്ല രൂപത്തിൽ റാഹത്തിൽ നോമ്പ് നോൽക്കാൻ, അത്താഴം കഴിക്കാൻ ആവശ്യമായ ഒരു ചെറിയൊരു സഹായം നമ്മുടെ ഭാഗത്തു നിന്നും സുമനസ്സുകളായ ആളുകളെ സഹായിച്ച ആ ഒരു സഹായം നേരിട്ട് ഈ പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഒരുപാട് ആളുകളേക്ക് നമ്മുടെ ഈ സഹായം എത്തിക്കണം. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. വിധവകളും അതുപോലെ തന്നെ യതീമുകളുമായ പാവപ്പെട്ട ആളുകളെ ഓരോ ഗ്രാമത്തിലും ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവർക്കാണ് ഈ സഹായം എത്തിക്കുന്നത്. വീട്ടിൽ നിന്നും ഇങ്ങോട്ട് വരാൻ സാധിക്കാത്ത ആളുകൾ, അവരുടെ രോഗികളായി, നിത്യരോഗികളായി പല സ്ഥലത്തും ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ വീടുകളിലൊക്കെ ഉള്ള ആളുകൾ, അവരവരുടെ പ്രതിനിധികളെ പറഞ്ഞയച്ച് ഈ സഹായം പറ്റുന്ന ഒരു കാഴ്ച. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഇതുമായി സഹായിച്ച എല്ലാവർക്കും വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു ധാരാളം ആളുകൾ ശുദ്ധ റമദാനിൽ പ്രത്യേകം ദുആ കൊണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാം കബൂലാക്കുമാറാകട്ടെ. ബംഗാളിലെ ഒരു പാവപ്പെട്ട ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലാണ് നമ്മളുള്ളത്. ധാരാളം ആളുകൾ ഓരോ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അൽഹംദുലില്ലാ അവരിലേക്ക് നമ്മൾ ഈ ഒരു സഹായം എത്തിക്കുന്ന കാഴ്ചയാണ് ഇന്നിപ്പോൾ ഇന്നത്തെ ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വ്യത്യസ്ത ഗ്രാമങ്ങളിലേക്ക് ഈ സഹായവുമായി അൽഹംദുലില്ലാ നമ്മൾ കടന്നു ചെല്ലുന്നു. ബംഗാളിലെ ഒരു നോർമൽ ഒരു വീടിൻ്റെ ഒരു കാഴ്ച, മണ്ണിൻ്റെ വീട്. ഇതാണൊരു സാമാന്യ ഒരു വീടിൻ്റെ ഒരു അകത്തളം. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു വീടാണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മുകളിൽ ഒരു നിലയുണ്ട്, എല്ലാം പൂർണ്ണമായിട്ടും മണ്ണ് കൊണ്ട്. അതുപോലെ തന്നെ അടിയിൽ അല്പം സിമെൻറ്റും മറ്റും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ വീട്ടിൽ ഉപയോഗിച്ചത് മണ്ണാണ്. ഇത് അവരുടെ നാൽക്കാലികൾക്ക് വേണ്ടിയിട്ട്, ആട്, പശു പോലത്തെ നാൽക്കാലികൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇങ്ങനെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ പരിസരത്ത് വന്ന് ഒരുമിച്ച് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് അവരിലേക്കൊക്കെ ഓരോ ഗാമങ്ങളിലേക്കും നമ്മുടെ സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി സഹായിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തുള്ള ഏറ്റ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതുപോലെ ധാരാളം ആളുകളെ നമുക്ക് ചേർത്ത് പിടിക്കാനുള്ള സഹായം, സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അത്യാവശ്യമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ദുആയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.